ഓം നമോ ഭഗവതേ വാസുദേവായ. എനിക്ക് ഇനിയിപ്പോൾ നമുക്ക് ദ്വിതീയ സ്വന്തം കൂടി ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ച് നമുക്ക് നിർത്താം. ഭഗവത് ഭജനാരംഭം എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയിട്ടാണ്, അത് തലക്കെട്ടോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അതിലെ ഭഗവാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുക. ഭൂപതേ തവ ചോദ്യം എത്രയും നല്ലോന്നിത് കണ്ടോ. പാവനാശനം പവിത്ര മധ്യത്തിൽ ആസന്ന മൃത്യുവായുള്ളവർക്ക് ചോദ്യം തന്നെ. മരണം മരണം വന്നിരിക്കുന്നത് ആരെ ഈ മരണം വരാത്തവര്? നമ്മൾക്ക് എപ്പം മരിക്കും എന്നുള്ളതിന് വല്ല നിശ്ചയമുണ്ടോ? എപ്പോൾ വേണേലും മരിക്കുക. നമ്മളും എല്ലാം ആസന്ന മൃത്യുക്കൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആസന്ന മൃത്യുവായുള്ളവർക്ക് വാസനയുള്ളവർ കുറഞ്ഞിടും. അന്നേരം എന്ന് പറഞ്ഞിട്ട് പറയുന്നതെല്ലാം ഇതിലെല്ലാം നല്ലത്, ഏറ്റവും നല്ലതായിരിക്കുന്ന വേണ്ട തരത്തിലുള്ളതായിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, സാരമായിട്ടുള്ളത് ഭഗവാന്റെ ഭക്തിയാണ്. ഭഗവാന്റെ ഗുണം, നാമം, ചരിത്രം അതെല്ലാം കേൾക്കണം. ഭഗവാന്റെ രൂപത്തെ പറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്മരിക്കണം. നല്ല ഭഗവത് സ്വരൂപത്തെ സ്മരിക്കണം. അതുപോലെ ചെയ്യാവുന്നത് ഭഗവാന്റെ പൂജനാണ്. ആ ഭഗവാന്റെ പൂജനം ചെയ്യാനാകും കർത്തവ്യമായിട്ട് അതിനെ ധരിക്കണം. ഉണ്ടോ? അതെങ്ങനെ വേണം? ഒന്നുകൊണ്ട് മാത്രമല്ല, 3 എണ്ണം കൊണ്ട് നമ്മളുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന മനസ്സ്, വചസ്സ്, പ്രവൃത്തി. ഈ 3 കൊണ്ട്, പ്രകരണങ്ങളും കൊണ്ട് അത് വേണ്ട വിധം നമ്മൾ ചെയ്യണം. അതാണ് എന്ത്? മാനുഷജന്മത്തെങ്കിൽ നല്ലത് പുരുഷാർത്ഥം മോക്ഷ സാധനമായിട്ടുള്ള ഒന്നാണ്. ഇത് കാരണം നമുക്ക് സഗുണത്തിലുള്ള മാർഗത്തിലൂടെ മനസ്സ് ശുദ്ധമാക്കി, കർമ്മം ശുദ്ധമാക്കി, മനസ്സ് ശുദ്ധമാക്കി, ഇങ്ങനെ മുന്നോട്ട് മന്ദം പോകാമെങ്കിൽ നമുക്ക് നല്ല മാർഗത്തിൽ മുക്തിയിൽ ചെന്ന് ചേരാം. അത് പറയുന്നതിന് വേണ്ടി അതിനാണ് സഗുണ ആരാധന. നിർഗുണത്തെ ആർക്കും ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് കാണിച്ചു തരാനോ ഒന്നും പറ്റില്ല. അത് അവരവർ തന്നെ അനുഭവിച്ചറിയേണ്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്നതിനെ വേണ്ട തരത്തിലുള്ളതായ രീതിയിൽ ആചരിക്കുക. അങ്ങനെ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ആ പുരാണത്തെ മമതാതനാം വേദവ്യാസൻ എന്നെ പഠിപ്പിച്ചു. അതൊക്കെ വിഷ്ണുരാധനായ വിഷ്ണു ഭഗവാനാൽ അല്ലെ കൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്നതിനൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണചരിതം, ഭഗവാൻ ശ്രീകൃഷ്ണമൂർത്തിയുടെ ചരിത്രം, അതാണ് സാധ്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സാധിക്കും. അത് ഭഗവാന്റെ ഈ ആനന്ദവിയൂഷ ചരിത്ര വർണ്ണനം അത് നമുക്ക് കേട്ട് സന്തോഷിക്കാം. സന്തോഷിച്ചാൽ എന്താ? 2 ഭാവം വിട്ട് ജീവൻ മുക്തനായി വരും. ജീവൻ എപ്പോഴും മായായുക്തമായിട്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും 2 ഭാവത്തിലേ ഇരിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മുക്തി പ്രാപിക്കണമെങ്കിൽ മായയെ വിട്ട് ബ്രഹ്മസ്വരൂപമായി തീരണം, അല്ലാതെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഖട്വാങ്കൻ എന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ എന്ന കാര്യം ഇവിടെ പറയുന്നത് സംക്രാന്തി മാത്രത്താൽ അപ്പോൾ എന്ന് പറയുന്നു. സകല സംഘങ്ങളെ നിവർത്തിച്ച് ഈ ഖട്വാങ്കൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ പരമ്പരയിലുള്ള രാജാവാണേ. ശ്രീരാമചന്ദ്രൻ്റെ കഥ നോക്കണം. അപ്പോൾ അതിൽ പറയുമ്പോൾ പറയും ആ അത് എഴുത്തച്ഛൻ നമ്മുടെ ഹരിനാമകീർത്തനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഖട്വാങ്കൻ എന്ന ധരണീശന് കാണുക ഒരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിധി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ അതേ ഖട്വാങ്കൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഖട്വാങ്കന് ഇതുപോലെ ഇവിടെ സംക്രാന്തി മാത്രം എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ സംക്രാന്തി മാത്രത്താൽ അപ്പോൾ അദ്ദേഹം സകല സംഘങ്ങളെ ചെല്ലും ഭഗവാൻ അങ്ങോട്ട് ഉറപ്പിച്ച്, കാരണം അദ്ദേഹത്തിന് അതിൻ്റെ പൂർവ്വസംസ്കാരം കൂടി ഉണ്ടെന്ന് വിചാരിക്കണം. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി ദേവലോകത്ത് പോയി ഇന്ദ്രൻ കൊണ്ടുപോയി അസുരന്മാരെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും കാലമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല സ്വർഗത്തിൽ. അതുകൊണ്ട് അദ്ദേഹം ഭൂമിയിലേക്ക് വന്ന് ഇവിടെ ഇരുന്ന് ആ സമയം കൊണ്ട് പൂർണ്ണമായി തൻ്റെ മനസ്സും ശരീരവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അത്രയും സമയം കൊണ്ട് ഭഗവാനിൽ ചേരാൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് സമയമല്ലേ. അങ്ങനെയൊക്കെയാണെങ്കിലോ സർപ്പം കടിച്ച് മരിക്കും അല്ലെങ്കിൽ തട്ടാൻ കടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ് ഇനി 7 ദിവസമുണ്ട്. ആ 7 ദിവസം കൊണ്ട് അങ്ങനെയൊക്കെ സാധിക്കാമല്ലോ, ഒരു തരത്തിലും മടിക്കണ്ട അത് എന്ന് പറയുകയാണ്. അപ്പോഴോ ഭഗവത് ഭക്തി പ്രവർത്തിക്ക് കാലം ഇപ്പോഴിനി ഇവിടെ പോരാൻ ഏതും ഖേദിക്കല്ല എന്ന് പറയും. ഇതിനെ ഭക്തി മാർഗത്തെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഭാഗമാണ് അത്. മറ്റുള്ളതായിരിക്കും ദൃഢചിന്തനം മരണം എപ്പോഴും നമുക്കുണ്ട് എന്ന് ഓർത്ത്
അല്ല നല്ല മനസ്സുറപ്പിച്ച് എല്ലാ വിഗ്രഹാദി അകല ശരീരാദികളായിരിക്കുന്ന അതിനെ സംബന്ധിക്കുന്നതുമായ വിഷയങ്ങളെ മുഴുവൻ തിരിച്ച് ആ വീട്ടിൽ നിന്ന് സ്വസ്ഥനായിട്ട് നിവൃത്തനായിട്ട് തീർത്ഥസ്നാനം ചെയ്ത് ക്ഷേത്ര ഉപാസനകളൊക്കെ ചെയ്യുന്നതിന് ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള മനഃശുദ്ധി വരുത്തി തൻ്റെ പിന്നെ ഏകമായിട്ടൊരു സ്ഥലത്തിരുന്ന് നല്ല ഭംഗിയായിട്ട് ഭഗവാനെ നല്ല ഇരിപ്പിടത്തിൽ നല്ലവണ്ണം ഉറച്ചിരുന്ന് ജിതാസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമ ദേഹദോഷങ്ങളിൽ തീരാനും മനസ്സിനെ നിയന്ത്രിക്കാനും ഒക്കെ പ്രാണായാമം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവയൊക്കെ ചെയ്ത് അങ്ങനെ ചിത്തകാമ്പുറപ്പോളം മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് അതാണ് പറഞ്ഞത് സ്വാന്തനായതിനു വേണ്ടി മനോജയസ്വന്തനാണ്. മനസ്സിനെ ജയിക്കണം. ജയിച്ച് തൻ്റെ ഉള്ളിൽ ഏകമായിട്ടിരുന്ന് എപ്പോഴും ഉറപ്പിച്ച് മനസ്സിനെ ചിത്തത്തെ ഉറപ്പിച്ച് ഭഗവാനോട് എപ്പോഴും മനസ്സുകൊണ്ട് സമീപമായിട്ടിരിക്കണം. അങ്ങനെ ഭഗവാൻ നിനക്ക് അതിനുള്ള സമയമായി തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ വിരാട് രൂപം എന്ന് പറയുന്നത്. വിരാട് എന്ന് പറഞ്ഞാൽ വിശേഷേണ രാജയതി, ഇത് വിരാട് എല്ലാത്തിലും പ്രകാശിക്കുന്നത്. അതായത് ഈ കാണുന്നതായിരിക്കുന്ന പ്രപഞ്ചം മുഴുവൻ ഉൾപ്പെടുന്നതും അതിനുള്ളിൽ ചൈതന്യമായിട്ടിരിക്കുന്നതായ വസ്തുവാണ് വിരാട് എന്ന് പറയുന്നത്. നാരായണ സ്വരൂപം. അപ്പോൾ ആദ്യാവതാര പുരുഷ പരസ്യം ആണ്. അപ്പോൾ ആ പരംപുരുഷനാണ് വിരാട് സ്വരൂപമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് സകലതരം. ആ പരംപുരുഷനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കുക. ആ ധ്യാനിക്കാൻ ഭഗവാന്റെ 14 നമുക്ക് ഒരു ബ്രഹ്മാണ്ടത്തെ 14 ലോകങ്ങളായിട്ട് കൽപ്പിക്കാം. ആണെങ്കിൽ മുകളിലേക്ക് 7 ലോകങ്ങളും താഴേക്ക് 7 ലോകങ്ങളുമാണ്. അതല വിതല സുതല മഹാതല തലാതല രസാതല പാതാളങ്ങൾ താഴേക്കും, അതുപോലെ തന്നെ മുകളിലേക്ക് ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെ 7 ലോകങ്ങൾ ഉയരങ്ങളിലേക്ക് അങ്ങനെ 14 ലോകങ്ങളായിട്ട്. അതുതന്നെയാണ് ഈ ഗായത്രിയിലൊക്കെ ഭൂർഭുവസ്വ എന്നിങ്ങനെ 3 എണ്ണത്തിൽ ഒതുക്കിയിരിക്കുന്നത് അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന 14 ലോകങ്ങൾ. ആ 14 ലോകങ്ങളിലെ ഓരോ ഭാഗങ്ങൾ ഭഗവാന്റെ ഓരോ രൂപമായിട്ട് ഓരോ അംഗം ആയിട്ട് കണ്ട് തന്നെയാണ് ഏതാ പറഞ്ഞത്. പാതാളം, പാദതലം, പാർഷ്ണികൾ എന്നിവയുടെ ഇവിടെ പറയും. അത് സ്ഥൂല രൂപമാണ് ഭഗവാന്റെ, പൂർണ്ണമായ സ്ഥൂല രൂപം. ആ സ്ഥൂല രൂപത്തെ പറ്റി പറയുന്നു. അതാണ് പാതാളം പാദതലം, പാർഷ്ണികൾ രസാതലം, മീതലും ഗുൽഫം മഹാതലവും, തലാതലം ജംഗകളെന്ന് പറയുന്നു. അപ്പോൾ മുട്ടുകളായിട്ട് കരുതിക്കൊള്ളണം ജംഗകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിക്കൾ ഈ കാലിൻ്റെ മുട്ടും കൈമുട്ടുകളും ഒക്കെ ഉള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മുട്ടുകൾക്കുള്ള വ്യത്യാസം പറഞ്ഞാൽ കാൽമുട്ടും കൈമുട്ടുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഞാനിക്കൾ സുതലം അങ്ങ് അതലവിതലങ്ങളാകും വീനവൃത്തങ്ങളാകും മൂരുകണ്ണുകൾ തുട അവരുടെ ഭാഗങ്ങൾ. അത് പിന്നെ മേദിനീക്രം ജഗനോഭയം അത് കടിവച്ചാൽ ഭാഗങ്ങളൊക്കെ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നവസ്ഥലം എന്ന് പറഞ്ഞാൽ ആകാശ ഭാഗം നക്ഷത്രമണ്ഡലം, നക്ഷത്രലോകം അത് ആണ് പറഞ്ഞത്. ആ നക്ഷത്രലോകത്തെക്കുറിച്ചാണ് അതിന് ദേവലോകം എന്ന് പറയുന്നത്. അത് ഉരസ് നെഞ്ച് ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഗളമൂലം മഹർലോകം എന്ന് പറയുന്ന ലോകം അത് തപോലോകം ലാടമാണെന്ന് പറയുന്നു. ജനലോകം അത് മുഖമായിട്ട്, സത്യലോകം അത് തല ശിരസ്സായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പലതും പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സങ്കല്പിച്ച് ആരാധിക്കാൻ പറ്റാത്തതായിരിക്കുന്ന സ്വരൂപമാണ്. ഈ ലോകത്തെ മുഴുവൻ നമ്മളാകെപ്പാടെ ഊപമണ്ടൂടും. നമ്മൾ കാണുന്ന ലോകം എന്താ? ലോക്യത ഇത് ലോകം കാണുന്നത് മാത്രമേ നമുക്ക് ലോകം. കാണാത്ത എന്തെല്ലാം ലോകങ്ങൾ കിടക്കുന്നു. നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ മറ്റുള്ളത്? അപ്പോൾ അതൊക്കെ നമുക്ക് കാണാവുന്ന ലോകങ്ങളെ മാത്രം അറിയുന്ന നമ്മൾക്ക് ഈ കാണാമേത ലോകങ്ങളെ ഇങ്ങനെ കൽപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പരീക്ഷിത് മഹാരാജാവ് അതുതന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയത്തെ നമുക്ക് ചിന്തിക്കാൻ എങ്ങനെ സാധിക്കും എൻ്റെ ഋഷിയെ എന്ന് ചോദിച്ചപ്പോഴാണ് വളരെ ലളിതമായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞത്. കൽമഷകരൻ മായാമയമേ പ്രപഞ്ചിക സന്മയ സ്മൃതി കേൾതല്ലല്ലോ വിചാരിച്ചാൽ. അപ്പോൾ എന്ത് വേണം? ഭഗവാന്റെ നമ്മുടെ ഹൃദയത്തിൽ നല്ലോണം തിളങ്ങത്തക്കവണ്ണം പ്രകാശിക്കത്തക്കവണ്ണം ഭഗവാന്റെ പൊന്മകുടവും കിരീടം പിന്നെ നെറ്റിയിലേക്കും കവൽ ഭാഗത്തേക്കും കിടക്കുന്നതായിരിക്കുന്ന ചുണ്ടമുടികൾ, നെറ്റി, കൺമുനകൾ, അതുപോലെ തന്നെ എൻ്റെ നോട്ടം പുരിക ഇളക്കി വളരെ മന്ദമായിട്ട് സന്തോഷത്തോടു കൂടി അങ്ങനെ നോക്കുന്ന കടൽക്കണ്ണുകൊണ്ട് നോക്കുന്നതായിരിക്കുന്ന നോട്ടം, കുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങൾ, ചെല്ലഭാഗങ്ങൾ, കവിളുകൾ, അതുപോലെ മുഖത്താമര,
അതുപോലെ തന്നെ പുഞ്ചിരി, അതുപോലെ തന്നെ ശൃംഗാരം അല്ല വിലാസരസം ലളിതവും, കമ്പ് കണ്ടവും. കമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ് കടഞ്ഞെടുത്ത അരകൊള്ളതാണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതായ കമ്പ് കണ്ടം, കരവിടുന്ന കൈകൾ, ആയുധങ്ങൾ, പിന്നെ മഹാലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി വസിക്കുന്നതായ മാറ്, പിന്നെ കൗസ്തുഭമന മാല മുതലായിട്ടുള്ള. കൗസ്തുഭം എന്ന് പറയുന്നത് ശരിക്കും കുസ്തുഭം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന ഒരു രത്നമാണ് ഈ കൗസ്തുഭം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന അത് ധരിച്ചിരിക്കുന്നവന് വനമാലകൾ, മുട്ടിന് താഴെ വരെയുള്ള നീണ്ട മാലകളെ വളാത്തതായിരിക്കുന്ന പുഷ്പങ്ങളുണ്ടായിരിക്കുന്ന മാലകൾ ധരിച്ചിട്ടുള്ളവൻ, നല്ല നാഭി-സ്ഥാനം, പിന്നെ രണ്ട് തുടകൾ, അതുപോലെ തന്നെ പശ്ചാത്ഭാഗം, മുൻഭാഗം, പിന്നെ മഞ്ഞപ്പട്ട്, പിന്നെ ഭാഗങ്ങൾ, പിന്നെ കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, രണ്ട് കാലുകൾ, കാലിൻ്റെ അറ്റത്തെ വിരൽ നിരകൾ, നഖങ്ങൾ, അങ്ങനെ ചേവടി, പ്രപതാപ എന്ന് പറയുന്നത് വിരലിൻ്റെ അഗ്രഭാഗം. അങ്ങനെ വിരലിൻ്റെ അഗ്രഭാഗം മുതൽ ശിരസ് വരെയുള്ളതായിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും പ്രപതാപ തൊട്ട് ആകെ ശാന്തം ശോഭിതോദരണവാഗ്യോദയം മഹാബ്രവ നീലനീരതനിഭം നിർമ്മലം. നീരദം ജലത്തെ തരുന്നത് മേഘം, നീലമേഘം. അതിന് തുല്യമായിരിക്കുന്ന ശരീരകാന്തികൾ കൂടിയിട്ടുള്ളതായിരിക്കുന്ന സഗുണ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ അത് നമുക്ക് ചിന്തിക്കാമല്ലോ. സഗുണമായിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? നിർഗുണമായിട്ടൊന്നും ആരാധിക്കാനൊന്നും പറ്റില്ല. അതിനുള്ള വഴികൾ മാത്രമാണ് സഗുണം. ആ സഗുണത്തിലൂടെ പോയാലേ നിർഗുണ സ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ എത്തിച്ചേരാനും ആനന്ദപരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനിൽ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനിൽ എത്തിച്ചേരാനുള്ള വഴികളാണ് ഈ ഉപദേശിക്കുന്നത്. അതാണ് മുക്തി എന്ന് പറയുന്നത്. മോഹക്ഷയം മാത്രമല്ല, എല്ലാ മോഹങ്ങളും ക്ഷയിക്കുമ്പം ഒന്നിൽ മാത്രം ഏകാഗ്രമായിരിക്കുന്ന മനസ്സോട് കൂടി ചെന്ന് അതിൽ ലയിക്കുന്നതായ, അത് ഉപ്പുകടലിൽ നിന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ അതിൽ ലയിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന അവർക്ക് മോക്ഷം പ്രാപിച്ചിടുന്നു എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ളതായിരിക്കുന്ന ഭാവങ്ങളുണ്ട്. അത് കാലദേശാവസ്ഥകൾക്കൊത്തവാറ്, കാലം ദേശം അവസ്ഥകൾക്കൊത്ത ഒക്കെ പലതരത്തിൽ സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സാക്ഷി, ഒക്കെ സാധിക്കാം. പലതരത്തിലുള്ള മോക്ഷവും സാധിക്കാവുന്നതാണ്. പിന്നെ യോഗികളെ പറ്റി പറയുന്നു. അവർ യോഗരൂപേണയെല്ലാം ചെയ്യുന്നു. അപ്പം അത് നമുക്ക് യോഗികളുടെ കാര്യമാണ്, നമുക്ക് സാധാരണമായിട്ട് പറ്റുകയല്ല. അതുകൊണ്ട് അത് മാനസ, ഇന്ദ്രിയ, ദേഹ ശുദ്ധികളോടും അത് ദിവ്യമാനുഷർക്ക് ഒഴിഞ്ഞത് സാധ്യമായി വരാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാതെ സാധാരണ ജനങ്ങളായിരിക്കുന്ന പെണ്ണുപുറങ്ങളോടൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാന്തരമായിരിക്കുന്ന ഒരു ഗുരുവിനെ കണ്ട് ആ ഗുരുവിൽ നിന്ന് വേണ്ട തരത്തിലേക്കുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് ഹൃദയത്തെ വിശുദ്ധമാക്കി ഉള്ളിനെ നന്നാക്കി നല്ല കാരുണ്യത്തോടു കൂടി ഈശ്വരൻ്റെ ഇച്ഛപ്രകാരം വന്നു ചേരുന്നതിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് രാഗാദി ദോഷങ്ങളൊന്നും ഇല്ലാതെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. രാഗാദി ദോഷങ്ങളൊന്നും വേണ്ട. അതിനകത്തൊക്കെ രാഗവും ദ്വേഷവും ഒന്നും വയ്ക്കാതിരുന്നാൽ മതിയാകും. ദ്വന്ദ്ങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ദുരിതം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ രാഗം ദ്വേഷാദികളൊക്കെ വേർപെടുത്ത് എല്ലാം സകല ജീവരാശികളുടെ ഉള്ളിലിരിക്കുന്നത് നിർമ്മലമായും പരബ്രഹ്മ ബീജം തന്നെയാണ്. അത് തന്നെയാണ് റാണികൾ. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഒരേ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനാണ് എന്ന് നിശ്ചയിച്ച് അങ്ങനെ വേണ്ട തരത്തിലുള്ളതായിരിക്കുന്ന നല്ല ഒന്നാന്തരമായിരിക്കുന്ന സ്ഥലത്ത് ഏകനായിരുന്ന് വേണ്ട വിധം ദ്വന്ദ്ങ്ങളെല്ലാം, താപം, ശീതം, ചൂടും ദുരിതം ഒക്കെ അനുഭവിച്ച് ഉള്ളിലിരിക്കുന്നതായ സുഷുമ്നയിൽ, ആ സുഷുമ്നയിൽ നമ്മളുടെ ചൈതന്യം അവിടെ ഇരിക്കുന്നു. കുണ്ടലിനി രൂപേണ. അത് കുണ്ടലിനി യോഗത്തെ പറ്റി സൂചിപ്പിക്കുന്നതാണ്. അത് രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന ഇടാപിങ്കല എന്ന് പറഞ്ഞ രണ്ട് നാടികൾ, അതിൻ്റെ മധ്യത്തിലൂടെയുള്ള സുഷുമ്ന അത് പറയുന്നുണ്ട്. അത് ഈ താമരയുടെ നൂല് പോലെ നേർത്തതാണെന്ന് പറയുക. അങ്ങനെ താമരയുടെ നൂല് പോലെ നേർത്തിരിക്കുന്നതായ അവിടെ നിന്നും താഴെയുള്ളതായിരിക്കുന്ന ശിവഗതിയായിരിക്കുന്ന കുണ്ടലിനിയെ യോഗം കൊണ്ടുണർത്തി ഷഡാധാരങ്ങൾ പോയി ഭേദിച്ച്, അതിൽ ഭേദിക്കേണ്ട വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങ് ഭേദിച്ച് അങ്ങ് മുകളിലെത്തിയാൽ സഹസ്രാര പത്മം എന്ന് പറയുന്ന ദ്വാദശ സ്ഥാനത്തില്ല, 12ാമത്തെ സ്ഥാനമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് ചെന്ന് ഈ കുണ്ടലിനി അവിടെ പരമാത്മാവോട് ചേരും. അങ്ങനെ ചേരുമ്പോൾ
അതിൽ നിന്ന് ഒഴുകുന്നതായിരിക്കുന്ന അമൃതത്തെ രുചിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ലഭിക്കുന്ന യോഗീശ്വരന്മാർ ഇതിലൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴുണ്ടെന്നാ പറയുക, എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. ഒറിജിനലായിട്ട് ഈ സ്വാനുഭവം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്നതായിരിക്കും അനേകം യോഗീശ്വരന്മാരെ ആരും പറയാതെ സ്വന്തമായി അനുഭവിക്കും. നമ്മളും ശ്രമിച്ച് ഇവയൊക്കെ സാധിക്കാം. അതല്ലാതെ അങ്ങനെയുള്ളവരൊക്കെ വേണ്ട തരത്തിലല്ലേ സത്യലോകത്തെ പ്രാപിച്ച് ഉത്തമ സഭാന്തരെ. അപ്പോൾ സത്യലോകത്തിലൊക്കെ പ്രാപിക്കുമെന്നാണ് പറയുക. അഥവാ കടന്നു പോകണം വിഷ്ണുലോകത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്നത് ഇത് ബാക്കിയുള്ളതെല്ലാം ഈ കുണ്ടലിനിയോഗമായാലും കൊള്ളാം, ഇതുപോലെ സ്ഥൂല രൂപത്തിലുള്ളിൽ ധരിക്കുന്നതായാലും കൊള്ളാം, ഒക്കെ വളരെ പാടാം. അപ്പോൾ അതേസമയം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരാചാര്യൻ്റെ പ്രസാദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സാധിക്കാവുന്നതായിരിക്കുന്ന ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് നല്ല ഭഗവാന്റെ സ്വരൂപത്തെയും ഭഗവാനെ വേണ്ട തരത്തിൽ ആരാധിക്കണമെന്നുള്ളതിനും അതിന് ഏറ്റവും നല്ല ലളിതമായിരിക്കുന്ന മാർഗമായ ഭാഗവതത്തിലൂടെ പുരുഷാർത്ഥ സാധനങ്ങളെ യാതൊരു കഷ്ടപ്പാടുകളൊന്നും കൂടാതെ സുലഭമായിട്ട് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന വഴി മാർഗം അത് ഭാഗവതമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭാഗവതത്തിൻ്റെ ഒരു പരമ്പര പറയും. അത് ഈ പരമ്പരയ്ക്ക് വേറൊരു പരമ്പരയും കൂടെ ഉണ്ട്. തൃതീയ സ്കന്ധം വരുമ്പോൾ നിങ്ങൾക്ക് ആചാര്യന്മാർ പറഞ്ഞു തരും. ആ മൂന്നാം സ്കന്ധത്തിൽ വേറൊരു പരമ്പരയും പറഞ്ഞിട്ടുണ്ട്. 2 പാരമ്പര്യമുണ്ട്. 2 ഭാഗവത മഹാത്മ്യം കാണുന്നുണ്ട്. അതുപോലെ 2 പരമ്പരകളും ഇവിടെ കാണുന്നുണ്ട്. ആ പരമ്പരയിൽ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവനും, ബ്രഹ്മദേവനത് നാരദനും, നാരദനത് പിന്നീട് വേദവ്യാസൻ സുഖബ്രഹ്മർഷിക്കും. സുഖബ്രഹ്മർഷി ഇവിടെ അദ്ദേഹത്തിന് ഉപദേശിച്ച് പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്ത ഭാഗവതമാണിപ്പോൾ സൂതൻ ശൗനകാദി മഹർഷിമാരോട് ഈ യാഗസ്ഥലത്തായിരുന്നു നിൽക്കുന്നതായിരിക്കുന്ന സത്രം നടക്കുമ്പോൾ ആ സത്രസ്ഥലത്ത് വന്നു ചേർന്ന അദ്ദേഹത്തിനെ കർമ്മങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്കുള്ളതായിരിക്കുന്ന സ്ഥലം വെറുതെ നഷ്ടപ്പെടുത്തി കളയും. നമ്മളങ്ങനെയാണല്ലോ സമയം വെറുതെ ആവശ്യമില്ലാതെ കളയുക. ഈ ദുഷ്ടകാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ കർമ്മങ്ങളും എല്ലാം നാശമായി പോയേ ഉള്ളൂ. അപ്പോൾ അതില്ലാതെ സത്കർമ്മങ്ങളിൽ തന്നെ മനസ്സ് വ്യാപിച്ചിരിക്കുന്നതിനുമെന്ന് താല്പര്യമുള്ളതായ ശ്രീശ്വരന്മാരാണ് അവിടെയുള്ളത്. അതുകൊണ്ടാണ് കർമ്മങ്ങൾക്ക് ഇടയ്ക്കുള്ളതായിരിക്കുന്ന സമയത്ത് ഭഗവത് കഥകളെ പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചതിന് ആണ് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത് എന്നറിഞ്ഞ് ആ ഭഗവാന്റെ മഹത്വത്തെ ഒന്നും ആർക്കും പറയാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന അവതാരമുണ്ട്. അതിൽ വരാഹ അവതാരവും ഭൂമിയെ ഉദ്ധരിച്ചതായിരിക്കുന്ന വരാഹ അവതാരം ഒക്കെ ഉള്ളതായിരിക്കുന്ന അവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പലതരത്തിലുള്ള അവതാരങ്ങളെ അതിനെ ഓരോ അവതാരങ്ങളെയും മനസ്സിലിങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ മഹാത്മ്യം ഭഗവാന്റെ യശസ് കഥകളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദം ഉണ്ടാകും. നമ്മുടെ വൃത്തികേടുകളൊക്കെ മനസ്സിൽ നിന്ന് പോയി മനസ്സിന് ശുദ്ധിയും സന്തോഷവും ആനന്ദവും ഒക്കെ ലഭിക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന നിഷ്കാമകർമ്മങ്ങളിലൂടെ ഭഗവാനിൽ മോക്ഷം പ്രാപിക്കാം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞ്. അപ്പോൾ അന്നേരം ഇവിടെ പ്രതീക്ഷൻ ചോദ്യം ചെയ്താൽ നാരദൻ അത് പിന്നെ സത്യങ്ങൾക്കാർക്കാൻ ഉപദേശിച്ചാണെങ്കിൽ അത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞ് വ്യാസനിലൂടെ സുഖബ്രഹ്മർഷിയിൽ എത്തിച്ചേർന്നവരെ അത് സർഗാദി ചരിത്രങ്ങൾ ഒക്കെ എങ്ങനെയാണ് ചെയ്തത് എന്താണ് എന്നൊക്കെയുള്ള കാര്യം ഭാഗവതം അത് ഗുരുപാരമ്പര്യ സഹിതമായിട്ട് ഉപദേശിച്ചു തരികണമേ എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് പറഞ്ഞ് അതിൽ പറയുന്നുകൊണ്ട് സർഗം വിസർഗം സ്ഥാനം പോഷണം മൂതികൾ മന്നന്തരം ഈശാനകഥ നിരോധം മുക്തി ആശ്രയം. എനിക്ക് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, പല ആചാര്യന്മാരുടെയും അറിവുള്ള ബുധന്മാരായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഇതിൽ 9 എണ്ണം ശ്രീധരാചാര്യം പറയുന്നത് അങ്ങനെയാണ്. നവലക്ഷണ ലക്ഷിതം എന്നാണ്. ഈ 9 ലക്ഷണങ്ങളാണ് ശരിക്ക് സർഗാദികളൊക്കെ. ആ ലക്ഷണങ്ങൾ കൊണ്ട് യാതൊന്നിനെയും ലക്ഷീകരിക്കുന്നു, അതാണ് ആശ്രയം. അതൊക്കെ ദ്വാദശസ്കന്ധാദി അവിടെ ദ്വാദശസ്കന്ധത്തിൽ പറയും. അപ്പം നിങ്ങൾക്കതെല്ലാം കേട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇതിനെ ഇത് പറയുന്നുണ്ട്.
ഇവറ്റിൽ 10-ാമതാം ആശ്രയം അതിമുഖ്യം പവിത്രം, അതിനെ സാധിപ്പാനായി മറ്റൊമ്പതും വധിച്ചിടുന്നു. പ്രതിപാദകമായിട്ട് ഉദിക്കും ഭാഗവത പ്രാമാണ്യ മാർഗത്താലേ. ഇങ്ങനെ ദ്വിതീയവും സംക്ഷേപിച്ച്, പ്രഥമവും ദ്വിതീയവും ഒക്കെ സംക്ഷേപിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധവും സമർപ്പിച്ചു. അങ്ങനെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങളോട് പറഞ്ഞതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് ഇത്തിരി വേഗതയും കൂടിയിട്ടുണ്ടെന്ന് അറിയാം, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മൾ ഒരുപാട് സമയം ദീർഘമായിട്ട് കൊണ്ടുപോയാൽ അത് കേൾക്കുന്നവർക്ക് ഒരു പരിധിക്കുള്ളിലൊക്കെ മനുഷ്യന് കേട്ടിരിക്കാനൊക്കെ ഉള്ള മനസ്സ് ഉണ്ടാവാൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് അവർ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് അത്ര ചുരുക്കി എങ്ങനെങ്കിലും എന്നെക്കൊണ്ട് ആവുന്നതുപോലെ പറഞ്ഞു. തെറ്റുകുറ്റങ്ങൾ ഒക്കെ ഉള്ളതെല്ലാം സജ്ജനങ്ങൾ പൊറുക്കണം. എൻ്റെ നമ്പർ പിന്നെ ലാലിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അവിടേക്ക് എന്നെ വിളിച്ച് എൻ്റെ തെറ്റുകുറ്റങ്ങളെ പറഞ്ഞാൽ എനിക്ക് സതുപദേശമായിട്ട് ലഭിക്കുന്നതായ എന്തും ഞാനത് കേട്ടുകൊള്ളാം, അനുസരിച്ചുകൊള്ളാമെന്നൂടെ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ കൃഷ്ണചന്ദ്രായ ശ്രീരാധാദേവി നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.